അസ്സലാമു അലൈക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് റജബ് മാസം 27 അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അഭിവാദനത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തിക്കൊണ്ട് 5 വക്ത് നമസ്കാരം ഹൈറായി തന്ന ഒരു ദിവസമാണ്. ഈ ദിവസം അള്ളാഹുവിനോട് ആര് തൗബ ചൊല്ലി മടങ്ങി എന്തൊരു കാര്യം ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഉത്തരം തരുന്ന സമയമാണ്. ആയതുകൊണ്ട് ഏതൊരു മുഅ്മിനീങ്ങളും അള്ളാഹുവിനോട് തൗബ ചൊല്ലി മടങ്ങി മുസ്ലിങ്ങൾ 5 വക്ത് നമസ്കാരത്തിലേക്ക് നീങ്ങണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. പല ഭാഗത്തും പല ഉപദ്രവങ്ങളും പല ബുദ്ധിമുട്ടുകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപമോചനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് നിന്ന് അഭയം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ റബ്ബിൽ ഫലക് മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ മിൻ ശർരി നാഫാസാത്തി ഫിൽ ഉഖദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ റബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് സല്ലല്ലാഹു നാസ് അല്ലദീ യുവസ്വിസു ഫിൻ നാസ് മിൻ ജന്നത്തി വൻ നാസ്. അള്ളാഹുവിനെ അബിയായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻനിർത്തിക്കൊണ്ട് എല്ലാ മനുഷ്യരോടും പറയുകയാണ്. ഇന്നലെ ഞാൻ ഒരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വാർഷിക രാവ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വാർഷിക രാവ് ഇന്നത്തെ ദിവസത്തിനെയാണ് വാർഷിക രാവ്, അല്ലാണ്ട് എൻ്റെ ജന്മദിനത്തിൻ്റെ വാർഷിക രാവല്ല. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അള്ളാഹുവിനോട് തൗബ ചൊല്ലിക്കൊണ്ട് ഈ മാസം റജബ് കഴിയാൻ പോവുകയാണ്. അടുത്തത് ശഅബാനാണ് വരുന്നത്, റമളാനാണ്. എല്ലാവരുടെയും പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരാൻ അള്ളാഹുവിനോട് എല്ലാവരും അപേക്ഷിക്കുകയും നിസ്കാരമില്ലാത്തവർ 5 വക്ത് നിസ്കാരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറണമെന്നും എല്ലാ ദുരിതത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുവാനും അള്ളാഹുവിനോട് എല്ലാവരും കൂട്ടമായി പ്രാർത്ഥിക്കണം. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ ഏതെല്ലാം രാജ്യക്കാരെ അവിടെ ഉണ്ടെങ്കിൽ അവരൊക്കെ കയറ്റിവിടുന്ന ഭരണാധികാരിയാണ്. അതേപോലെ തന്നെ ഇസ്രായേൽ, അതേപോലെ തന്നെ പല ഭാഗത്തും ഭരണം വെച്ചുകൊണ്ട് സ്വാതന്ത്ര്യം മാത്രം വെച്ചുകൊണ്ട് സത്യത്തെയും സമാധാനത്തെയും മാറ്റിപ്പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം മാത്രം നടത്തുന്ന ഒരു ഭരണാധികാരികളാണ് എല്ലാ സ്ഥലത്തും. കുല്ലു ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എല്ലാ ഭാഗത്തും ഈ അള്ളാഹ് എന്ന് പറയുന്ന നിയമം എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ തന്നെയാണ്. ആ നിയമത്തിൻ്റെ സത്യത്തെയും സമാധാനത്തെയും മറച്ചു പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം വെച്ച് മാത്രം പുലർത്തുന്ന ഭരണാധികാരികൾക്ക് നല്ല ബുദ്ധിയെ കൊടുക്കാൻ അള്ളാഹുവെ ഭരണാധികാരികൾക്ക് നല്ല ബുദ്ധിയെ കൊടുത്തുകൊണ്ട് പാവികളായ ഉമ്മത്തീങ്ങളെയെ കാത്തു രക്ഷിക്കണേ. അർമുറാഹിമായ റബ്ബെ, സമയം കൊണ്ട് അള്ളാഹുവിനോട് ഒരേത്തിയ കൈ തട്ടിക്കളയാതെ കണ്ട് ഉത്തരം നൽകണേ. അള്ളാഹുവെ, അള്ളാഹു പടച്ച പാവിയായ ഉമ്മത്തീങ്ങൾക്ക് ഭരണത്തിൻ്റെ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് പുലർത്തുന്ന ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് എല്ലാം കാത്തു രക്ഷിക്കണേ. അള്ളാഹുവെ, ഭാവികളായ ഉമ്മത്തികളുണ്ട്, മൃഗാദികളുണ്ട്, പുഷ്പാദികൾ, ജീവജാലങ്ങൾ, ഇഴന്തക്കൾ, നാലുകാലികൾ, പറവകൾ എല്ലാം ഉണ്ട് റബ്ബേ. ഇവർക്കെല്ലാം അപകടങ്ങളും ആപത്തുകളും വരികയാണ് റബ്ബേ. അള്ളാഹുവെ, ഇവരെ സ്വാതന്ത്ര്യം കൊണ്ട് വെച്ച് പുലർത്തുന്ന ആ ദോഷത്തിന് അള്ളാഹുവിൻ്റെ സ്വാതന്ത്ര്യം വെച്ച് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യത്തിൽ ഇത്രയും വ്യക്തികൾക്ക് അള്ളാഹുവെ ആപത്തുകൾ വരികയാണ്. അള്ളാഹുവെ കാത്തു രക്ഷിക്കണേ. അള്ളാഹുവെ പ്രവൃത്തി ചെയ്യുന്ന ഭരണാധികാരികൾക്ക് നല്ല ബുദ്ധിയെ കൊടുത്തുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കാനുള്ള ബുദ്ധി കൊടുക്കണേ. അള്ളാഹുവെ, പലസ്തീനിലേക്ക് വരുന്ന ജനങ്ങളെ അവിടെ ചുട്ടുകരിക്കുന്ന ഒരവസ്ഥ വരുത്തല്ലേ. അള്ളാഹുവെ, അതിന് 2 ഭരണാധികാരികൾക്കും നല്ല ബുദ്ധിയെ കൊടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ മുന്നേറുവാനുള്ള തൗഫീഖ് നൽകണേ. അള്ളാഹുവെ, ഏത് ഭരണാധികാരികളായാലും സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് തിന്മ ചെയ്യുന്ന ഭരണാധികാരികൾ ഏതായിരുന്നാലും ശരി, അവർക്ക് നല്ല ബുദ്ധിയെ കൊടുത്ത് നല്ല രൂപത്തിൽ നീങ്ങുവാനുള്ള ഭരണത്തിൽ നിലനിർത്തുവാനുള്ള ആഫിയത്ത് കൊടുക്കണേ. അള്ളാഹുവെ, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ.
അള്ളാഹുവെ അതിൽ നിന്ന് പാവികളായ ഉമ്മത്തിങ്ങളെ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹു ഈ സമയത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ അഭിവർക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അള്ളാഹു സ്വീകരിക്കണേ അള്ളാഹ്. അള്ളാഹു ഒരു ഭാഗം തീ കൊടുത്തു എങ്കിൽ ഇനി കൊടുക്കാൻ പോകുന്ന മറ്റു ഭാഗത്ത് വെള്ളം കൊണ്ടാണ്. അള്ളാഹുവെ കാത്തു രക്ഷിക്കണേ അള്ളാഹ്. അള്ളാഹുവെ വെള്ളം കൊണ്ട് അവരെ ചോദിച്ചാലല്ലാതെ കണ്ടുകൊണ്ട് അള്ളാഹുവിന് യാതൊരു മാർഗവുമില്ല എന്നുള്ളറിയാം. അള്ളാഹുവെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ വക്കിലുള്ള മത്തറിനെ നിലത്തേക്ക് ഭൂമിയിലേക്ക് അള്ളലേക്ക് അടുപ്പിച്ചും കൊണ്ട് പാവികളായ ഉമ്മത്തിങ്ങളെ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹുവെ മറ്റുള്ളവരെയൊക്കെ ഓടി ഒളിക്കാൻ സ്ഥലമില്ലാത്തവരാണ് റബ്ബേ. അള്ളാഹുവേ ഇസ്രായേലിൻ്റെ മക്കൾക്ക് അവർക്ക് ഗുഹയുണ്ട് ഓടി ഒളിക്കാൻ. അള്ളാഹുവെ പലസ്തീൻ്റെ മക്കൾക്ക് ഓടി ഒളിക്കാൻ സ്ഥലമില്ല അള്ളാഹുവെ അവരെ കാത്തു രക്ഷിക്കേണ്ട ചുമതല അള്ളാഹുവിനാണ്. അള്ളാഹുവെ ഭരണാധികാരം കയ്യിൽ വെച്ചുകൊണ്ട് അള്ളാഹുവെ അതിൻ്റെ ക്രൂരത ചെയ്യുന്നവരോട് ചോദിക്കാൻ ഇവരെല്ലാവരും കയറ്റിയിട്ട് റഹ്മായ റബ്ബനാണ് ചോദിക്കാൻ കഴിവ്. റബ്ബ് ചോദിക്കുന്ന പാവികളായ ഉമ്മത്തിങ്ങളെ രക്ഷപ്പെടുത്തണേ അള്ളാഹുവെ ഇത്തരം വ്യക്തികൾക്ക് നല്ല ബുദ്ധിയെ കൊടുത്തുകൊണ്ട് നല്ല രൂപത്തിലുള്ള ഭരണം കാഴ്ചവെക്കാനുള്ള ബുദ്ധി നിലനിർത്തി കൊടുക്കണേ അള്ളാഹ്. അവരിൽ കയറിയിരിക്കുന്ന പൊട്ട ബുദ്ധിയെ പിശാചിനെ മാറ്റിക്കൊണ്ടുകൊണ്ട് അവർക്ക് നല്ല ബുദ്ധിയെ കൊടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ നീങ്ങുവാൻ ബുദ്ധി സന്മാർഗം ചെയ്യണേ അള്ളാഹ്. അള്ളാഹുവെ പാവികളായ ഉമ്മത്തിങ്ങളെ രക്ഷപ്പെടുത്തണേ അള്ളാഹുവെ പാവികളാണ് റബ്ബേ. വല തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ് റബ്ബേ. അള്ളാഹുവിൻ്റെ അർശലേക്കാണ് ഈ സമയത്ത് ഈ പാതിര സമയത്ത് അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. അള്ളാഹുവേ മക്കൾക്ക് നോമ്പ് നോക്കുവാനുള്ള തൗഫീഖ് നൽകണേ, ആരോഗ്യം നൽകണേ അള്ളാഹ്. അവരുടെ റൂഹിനെ പടച്ചേത് ആരോഗ്യം കൊടുക്കുമ്പോൾ അള്ളാഹുവാണെങ്കിൽ അവരെ കാത്ത് രക്ഷിക്കണേ അള്ളാഹുവേ. അവരവിടെ എത്തിയതിൻ്റെ ശേഷം ആദ്യം അവർ ഭവനമെല്ലാം ഉണ്ടാക്കിയത് അള്ളാഹുവിൻ്റെ വീടാണ് റബ്ബേ. ആ വീടുണ്ടാക്കിയവരെ രക്ഷപ്പെടുത്തേണ്ട ചുമതല അള്ളാഹുവിൻ്റെയാണ്. അള്ളാഹു രക്ഷപ്പെടുത്തണേ അള്ളാഹുവേ. തന്നെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ കയറ്റിവിടുക റബ്ബേ. അവിടുത്തെ ഭരണാധികാരികൾക്ക് അവിടെയുള്ളവരെ അവിടെ ജീവിച്ചുകൊണ്ട് നീങ്ങുവാനുള്ള നല്ല ബുദ്ധിയെ കൊടുക്കണേ അള്ളാഹുവേ. ഭരണം കൈ കെട്ടിക്കൊള്ളുന്നതുകൊണ്ട് സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാമെന്നുള്ള പ്രവൃത്തി ചെയ്യുന്നവർക്ക് അള്ളാഹുവാണ് അതിന് ശിക്ഷ കൊടുക്കുന്നത്. അള്ളാഹുവേ അതിൽ നിന്ന് കൊടുക്കുന്ന ശിക്ഷ ഇന്ന് പാവികളായ ഉമ്മത്തിങ്ങളെയും ഇരുകാലികളെയും നാലുകാലികളെയും പറവുകളെയും ഇഴയന്തുക്കളെയും വൃക്ഷവൃക്ഷാദികളെയും കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. അറുമുറുവാഹിമായ റബ്ബേ. പാവികളാണ് റബ്ബേ, രക്ഷപ്പെടുത്തണേ അള്ളാഹുവെ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് റബ്ബേ. തെറ്റിൻ്റെ പെരുപ്പം കൊണ്ട് അള്ളാഹുവെ ദ്രോഹിക്കല്ലേ അള്ളാഹുവെ. തെറ്റിൽ നിന്ന് മോചനം ചെയ്തുകൊണ്ട് നീങ്ങുള്ള ബുദ്ധി തന്നുകൊണ്ട് സന്മാർഗത്തിൻ്റെ വഴി തുറന്നു തരണേ അള്ളാഹുവെ. അറുമുറാഹിമായ റബ്ബേ. ദുനിയാവിൽ ജീവിക്കുന്നിടത്തോളം കാലം ഈമാനോടുകൂടി ഇസ്സത്തോടുകൂടി അഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി നടക്കുവാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹു. ഏത് ഭരണാധികാരികളായാലും ആ ഭരണാധികാരികൾക്ക് അള്ളാഹുവേ സത്യം സമത്വം മാറ്റി നിർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യം മാത്രം പ്രവർത്തിക്കുന്ന ഭരണാധികൾക്ക് ഇത് മൂന്നും കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള നല്ല ബുദ്ധി കൊടുക്കണേ അള്ളാഹുവേ. സ്വാതന്ത്ര്യം വെച്ച് നടത്തുന്ന ആ വ്യക്തികൾക്ക് ഇവരെ അവർക്ക് സ്വാതന്ത്ര്യമല്ലാതെ കണ്ടുകൊണ്ട് സത്യവും സമത്വവും അവർക്കുമില്ലാത്തതാണ് റബ്ബേ. അതുകൊണ്ട് അള്ളാഹുവേ അവർക്ക് നല്ല ബുദ്ധിയെ കൊടുത്തുകൊണ്ട് ഉമ്മത്തിങ്ങളെ കാത്ത് രക്ഷിക്കണേ അള്ളാഹുവേ. അവിടുന്ന് കാത്ത് രക്ഷിക്കണേ പാവികളായ ഉമ്മത്തിങ്ങളെ കാത്ത് രക്ഷിക്കണേ എത്ര വലിയ ശത്രുക്കളിൽ നിന്ന് പാവികളായ ഉമ്മത്തി മുനാത്തുകൾ പുഷ്പാദികൾ ജീവജാലങ്ങളെ കാത്ത് രക്ഷിക്കുന്നുണ്ട്. റഹ്മാൻ്റെ നിയമലാണ് റബ്ബേ. റഹ്മാൻ റഹിമായ റബ്ബെ അവിടുന്ന് കാത്ത് രക്ഷിക്കണേ പാവിയാണ് റബ്ബെ, ചോദിക്കാൻ കഴിവുള്ളവനല്ല അള്ളാഹുവെ. ഒരുപാട് കുടുംബങ്ങൾ വേർപെട്ട് ജീവിക്കുന്നവരുണ്ട് റബ്ബെ. കുടുംബ ബന്ധങ്ങളെ വേർപെട്ട് ജീവിക്കുന്നവരുണ്ട്. അവരെ ഒരുമിപ്പിക്കണേ ഭാര്യ ഭർത്താക്കന്മാരും മക്കളുണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് അവർ വേർപെട്ട് ജീവിക്കുന്നവരുണ്ട്. അവരുടെ ആ വേർപാട് ഒരുമിപ്പിക്കണേ അല്ലാഹുവേ. റജബ് മാസത്തിൻ്റെയും സഫ മാസത്തിൻ്റെയും റംസാൻ മാസത്തിൻ്റെയും ഒക്കെ വർക്കത്തുണ്ട്. ഏതെല്ലാം കുടുംബത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളുണ്ട്, ഏതെല്ലാം അപ്പന്മാരും മക്കൾ
ഭാര്യമാർ വേർപെട്ട് പിരിഞ്ഞു കിടക്കുന്നുണ്ട്, അവരെ ഒരുമിപ്പിക്കണേയുള്ളൂ. അവർക്ക് റാഹത്തായ ജീവിതം നൽകണേയുള്ളൂ, നല്ല ബുദ്ധിയെ നൽകണേയുള്ളൂ, അഭിയത്ത് നൽകണേയുള്ളൂ, ആരോഗ്യം നൽകണേയുള്ളൂ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഭാവിയെ എൻ്റെ ദുആ സ്വീകരിക്കണേയുള്ളൂ. അല്ലാഹുവേ നല്ലൊരു ജീവിതം നിലനിർത്തി തരണേയുള്ളൂ. അല്ലാഹുവേ ഇവിടെ നിന്ന് അല്ലാഹുവേ ഇസ്രായേലിൽ നിന്നുള്ള ശല്യമുള്ള ഈ എല്ലാ ശല്യങ്ങളെയും മാറ്റിക്കൊണ്ട് ഇസ്രായേലിൻ്റെ ഭരണാധികൾക്കും അമേരിക്കയുടെ ഭരണാധികൾക്കും നല്ല ബുദ്ധിയെ കൊടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ നീങ്ങുവാനുള്ള ബുദ്ധിയെ കൊടുക്കണേയുള്ളൂ. അല്ലാഹുവേ അവർ ദ്രോഹിക്കുന്ന ദ്രോഹത്തെ പെട്ടുകിടക്കുന്നവരെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ള നല്ല ബുദ്ധിയെ കൊടുക്കണേയുള്ളൂ. അല്ലാഹുവേ ഭാവികളായ ഉമ്മത്തികളെ കാത്തു രക്ഷിക്കണേയുള്ളൂ, ആരോഗ്യം നൽകണേയുള്ളൂ. ഒരുപാട് രോഗം കൊണ്ട് അലിയുന്നവരുണ്ട് ഈ സമയത്തിൻ്റെ കുറുക്കത്തുകൊണ്ട്. രോഗം തന്നവർ മുറാഹിമായ റബ്ബിയെ എല്ലാവരും രോഗത്തിന് ശിവ തന്നുകൊണ്ട് അവരുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് വരുന്ന മാസങ്ങളിലെ നോമ്പ് നോക്കുവാനും റംളാനിലെ നോമ്പ് നോക്കുവാനും അറുമ്പ് നോക്കുവാനുള്ള ആരോഗ്യം നിലനിർത്തി തരണേയുള്ളൂ, നല്ല ഭക്ഷണം തരണേയുള്ളൂ, അഭിയത്ത് നൽകണേയുള്ളൂ, ആരോഗ്യം നൽകണേയുള്ളൂ, ഈമാന നിലനിർത്തണേയുള്ളൂ, ഈമാൻ നഷ്ടപ്പെടുത്തില്ലേയുള്ളൂ. അല്ലാഹുവേ റഹ്മാനായ റബ്ബി മരിക്കുന്ന സമയത്ത് പത്തിരിഞ്ചാറും തന്നുകൊണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേയുള്ളൂ. നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ഹബീബായ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോടു കൂടി ഒരുമിച്ച് കയറുവാനുള്ള തൗഫീഖ് നൽകണേയുള്ളൂ. അല്ലാഹുവേ ഒരുപാട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, അവരുടെയും ഞങ്ങളുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ, ആരോഗ്യം പ്രദാനം ചെയ്യണേ, അസുഖത്തെ മാറ്റണേയുള്ള. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ സുഖം റബ്ബാണെങ്കിൽ റബ്ബ് രോഗത്തെ മാറ്റിത്തരണേയുള്ള. അല്ലാഹുവേ പാവിയാണ് ചോദിക്കുന്ന ഈ സമയത്തിൻ്റെ അഗ്യവർഗത്തുകൊണ്ട് ദിവസത്തിൻ്റെ അഗ്യവർഗത്ത് കൊണ്ട് അല്ലാഹു ഉത്തരം നൽകണേയുള്ളൂ. അല്ലാഹുവേ പാവികളെ രക്ഷപ്പെടുത്തണേയുള്ളൂ. ഭരണാധികാരികൾക്ക് നല്ല ബുദ്ധിയെ കൊടുത്തുകൊണ്ട് നല്ല രൂപത്തിലുള്ള ഭരണം നിലനിർത്തണേയുള്ളൂ. ഭാവികളായുള്ളവരുടെ ചുമട്ടിങ്ങളെ ഭരണാധികളെ ദ്രോഹിക്കുകയാണെങ്കിൽ ആ ഭരണാധികളെ എന്താണ് വേണ്ടത് എങ്കിൽ അല്ലാഹു അവിടുന്ന് തീർത്തുകൊണ്ട് ഭാവികളായ ഉമ്മത്തിങ്ങളെ രക്ഷപ്പെടുത്തണേ, ആ ശത്രുക്കളിൽ നിന്ന് അല്ലാഹുവേ രക്ഷപ്പെടുത്തണേയുള്ള. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على سيدنا وسلم الله عليه 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 وسلم يا رب صل على سيدنا اللهم صل على سيدنا رب صل على سيدنا الله على سيدنا وعلى آله وسلم. എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും എല്ലാവരും അറിയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.